ഏവർക്കും എംഇയുടെ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കളത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയിലെ കണക്കുകളാണ് മുന്നണികൾ കൂട്ടിക്കിഴിച്ച് ആശ്വാസനിശ്വാസം കൊള്ളുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പ് വരെയുള്ള പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇരട്ട വോട്ടുകൾ പുറത്തായത് ഏതു മുന്നണിക്ക് അനുകൂലമാകും എന്നത് മുന്നണികളെ വലയ്ക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ കെ ശൈലജയുടെ ഭൂരിപക്ഷം 60,963 വോട്ടായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി ഭൂരിപക്ഷം 7,488 വോട്ടായിരുന്നു. 2024 ഇത് കേവലം 3,034 വോട്ടായി കുറഞ്ഞു. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ 21,000 പരം വോട്ടിന് LDF മുന്നിട്ട് നിൽക്കുകയാണ്. എക്കാലവും ഇടതുമുന്നണിക്കാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ ഭൂരിപക്ഷമെങ്കിലും ഏറിയും കുറഞ്ഞുമുള്ള ഭൂരിപക്ഷ അനുപാതം ഐക്യമുന്നണി നേട്ടമായി കണക്കാക്കുന്നു. ഒപ്പം പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഗുണം ചെയ്യുമെന്നാണ് ഐക്യമുന്നണിയുടെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തികളെ വീക്ഷിച്ചും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ വീക്ഷിച്ചുമാണ് വോട്ട് ചെയ്യുക എന്നത് വോട്ടർമാരുടെ പൊതു രീതിയാണ്. LDF വോട്ടിൽ വിള്ളൽ വീഴ്ത്തുവാൻ കഴിഞ്ഞാൽ ഫലം മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ഐക്യമുന്നണി കണക്കുകൂട്ടുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നത് നിലനിർത്തുക എന്ന ലക്ഷ്യവുമായി ഇടതുമുന്നണിയും ശക്തമായ പ്രചാരണ രംഗത്ത് ഉണ്ട്. സത്യം പറഞ്ഞ ടോപ്പ് വെൽ എത്തിയപ്പോഴാ എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിലങ്ങ് ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. Topco Jewelry, Thalisheri Road, Mattanur.